ഇതിലെ ബിഗ് ബോസ് പണി കൊടുക്കും. 7ന്റെ പണി ബിഗ് ബോസ് കൊടുക്കും നമ്മൾ ചെയ്ത പ്രവർത്തിക്ക്. ഇപ്പൊ ജിസേലിനെ സംബന്ധിച്ച് ഞാൻ എക്സാമ്പിൾ പറയാം. അനിമോള് ജിസേലിന്റെ പുറകെ നടക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് ജിസേലിന്റെ പുറകെ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിസേൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എടുക്കരുതെന്ന് പറഞ്ഞ ഒരുപാട് മേക്കപ്പ് ഐറ്റംസും ലിപ്സ്റ്റിക്കും ഒക്കെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പക്ഷെ അനിമോള് CBI പോലെ പുറകെ നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഹേയ് അനിമോൾ ഇത് ചെയ്യരുത്, ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, ഇത് ചെയ്താൽ അനിമോളെ ഇത് ബിഗ് ബോസിന് അറിയാം എന്താ ചെയ്യണം, നീ അതിന്റെ പുറകെ നടന്ന് വെറുതെ പ്രശ്നം ഇല്ല ചേച്ചി, ഞാൻ പുറകെ പോകും, ഞാൻ കണ്ടുപിടിക്കും. അനിമോളും ഇതുപോലെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ജിസേൽ ഒരിക്കലും പുറകെ പോയിട്ടില്ല. ജിസേൽ ഇത് കണ്ടുപിടിക്കാൻ നടന്നില്ല. അത് അവരുടെ അന്തസ്. മറ്റേ അനിമോളുടെ ഗെയിം, അനിമോൾ ഒരു ചന്ത ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. ആ ഗെയിമാണ് ഇവിടുത്തെ പ്രശ്നം. അനിമോൾ അന്തസ്സായിട്ട് കളിച്ചോട്ടെ, ഒരു വിഷയങ്ങളും ഇല്ല. ജിസേലിന്റെ വിഷയത്തിൽ ജിസേൽ പലതവണ റൂള് ബ്രേക്ക് ചെയ്ത ആളാണ്. എന്താണ് ജിസേലിന് കൊടുത്തത്? ജിസേൽ റൂള് ബ്രേക്ക് ചെയ്തപ്പോ ജിസേലിന് ജയിൽവാസം കൊടുത്തിട്ട് ഹ്യൂമൻ ക്ലോക്ക് ആകാൻ പറഞ്ഞു. അതായത് ടിക് ടിക് അടിക്കുന്ന ക്ലോക്ക് ആകാൻ പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ജിസേൽ പെട്ടു. അതായത് നിന്നുകൊണ്ട് ടിക് ടിക് നമ്മൾ ആവശ്യം നമ്മുടെ ഒരു ക്ലോക്ക്, വാൾ ക്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ സെക്കൻഡ് സൂചി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. 12 മണിക്കൂറാണ് ജിസേല് ആ ജയിലിൽ ടാസ്ക് ചെയ്തത്. ബിഗ് ബോസ് ഇങ്ങനെയുള്ള പണികൾ പലവട്ടം പറഞ്ഞിട്ടും അനുസരിച്ചില്ല. ജിസേലിനെ പെട്ടി തിരിച്ചയച്ചു ലാലേട്ടൻ മുംബൈയിലേക്ക്. എന്നിട്ട് ജിസേൽ കേട്ടില്ല. ആണ് ജിസേലിന്റെ വിഷയത്തിൽ അവിടെ സംഭവിച്ച അനിമോള് പുറകെ നടന്ന് ഹരാസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഹരാസ്മെന്റ് ഒക്കെ ഈ ഷോയുടെ ഒരു പാർട്ടാണ്.